മോനെ, നിനക്ക് കാണാമോ മോനെ? കാണാമോ? കാണാം അച്ഛ. എല്ലാം അച്ഛൻ, ഡോക്ടർ, എല്ലാം. ഡോക്ടർ, എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. സിന്ധു എവിടെ അച്ഛൻ? അവൾ വന്നില്ലേ? അച്ഛ, സിന്ധു എവിടെ? എനിക്ക് അവളെ കണ്ണു നിറയെ ഒന്ന് കാണണം. എവിടെ? അതാണ് മോനെ സിന്ധു. ആ കണ്ണുകൾ കൊണ്ടാണ് നീ കാണുന്നത്. ഇതേ പ്രതി തന്നെയാണ് കണ്ണൂരിലുള്ള ചന്ദ്രമോഹനെയും ചേർത്തലയിലെ ഗിരീഷിനെയും കൊന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോയി എന്നൊരു കോളേജ് വിദ്യാർത്ഥിയെ സിനിമാ തിയേറ്ററിൽ നിന്നും ലോഡ്ജിൽ കൂട്ടിക്കൊണ്ടുപോയി ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നതും ഇവൻ തന്നെയാണ്. ചുറ്റിക കൊണ്ട് അടിച്ചുകൊല്ലുക എന്നതാണ് പ്രതിയുടെ മോഡസ് ഓപ്പറണ്ട. അവന്റെ ഇരകളിൽ നിന്നും ആരും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുവരെ കിട്ടിയ തെളിവുകൾ വെച്ച് പ്രതിയുടെ ഏകദേശ രൂപം ഞാനിപ്പോ കാണിക്കാം. നോക്കൂ. ഇൻസ്പെക്ടർ, എന്ത് ത്യാഗം സഹിച്ചും ഇവനെ ഞാൻ കണ്ടുപിടിക്കും. എന്റെ പൊന്നു പെങ്ങളെ കൊന്ന ഈ ദുഷ്ടനെ കണ്ടുപിടിക്കാതെ ഇനി ഞാൻ അടങ്ങില്ല. മിസ്റ്റർ രവിപ്രസാദ്, ഗവൺമെന്റ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഭീകരനായ കൊലയാളിയാണിവൻ. ഇവനെ പിടികൂടാൻ സഹായിച്ചാൽ അത് ഈ ഡിപ്പാർട്ട്മെന്റിനോടും അതിലുപരി ഈ നാട്ടിലെ ജനങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. സാർ, ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ആ മനുഷ്യമൃഗത്തെ ഞങ്ങൾ പിടിക്കും, തീർച്ച. ഒരു കാര്യം കൂടി. സിന്ധു കൊല ചെയ്യപ്പെട്ടതിന് ഏക ദൃക്സാക്ഷി കുട്ടി മാത്രമാണ്. ആ കുട്ടിക്ക് അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് സിന്ധുവിനെ കൊന്നതെന്ന് ഞങ്ങളുടെ ബലമായ സംശയം. പെട്ടെന്നുണ്ടായ ഷോക്കിൽ കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രതിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ ഇപ്പോൾ സാധ്യമല്ല. ഏതായാലും സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനായിരിക്കും ആപത്ത് സംഭവിക്കുക. താങ്ക് യു ഇൻസ്പെക്ടർ. ഇതാണ് ഞാൻ പറഞ്ഞ ബാലചന്ദ്രൻ. ഓ, ഞാൻ സിന്ധുവിന്റെ കൊച്ചേട്ടനാണ്, ഗോപൻ. അതെ, എന്റെ പൊന്നു പെങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ബാലചന്ദ്രന് ഞങ്ങളെയൊക്കെ കാണാമോ? എനിക്കെല്ലാം കാണാം. എത്രയും വേഗം എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ ഞാൻ കൊതിച്ചത് എന്റെ സിന്ധുവിനെ ഒന്ന് കാണാനായിരുന്നു. പക്ഷേ ഇനി എന്തിന്റെ വേട്ടായി കണ്ണുകൾ? ഇല്ലനിയ, സിന്ധു മോളുടെ കണ്ണുകളെങ്കിലും ഇനി ഞങ്ങൾക്ക് കാണാമല്ലോ. മരിച്ചു കിടക്കുമ്പോഴും എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നെയിരുന്നു. ബാലചന്ദ്രൻ വരുന്നുണ്ടോ എന്ന് എന്റെ പെങ്ങൾ ഉറ്റുനോക്കിയതായിരിക്കാം. എന്റെ സിന്ധുമോളിൽ അകന്നു കഴിയുമ്പോഴും ഓരോ നിമിഷവും അവളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഓർത്തിരുന്നത്. എന്റെ സിന്ധുമോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ കളങ്കമെന്തെന്നറിയാത്ത ഞങ്ങളുടെ പൊന്നുപെങ്ങളെ കൊന്നവൻ ആരായിരുന്നാലും ശരി, അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും. മോനെ, മോനെ, എന്തെങ്കിലും പറ. അമ്മയുടെ മുമ്പിണ്ടില്ലേ? പറ മോനെ. മോന് മരുന്ന് കഴിക്കാൻ സമയമായി. അമ്മ കൊണ്ടും തരാം. ഇപ്പൊ വരാം. ചേച്ചിയില്ലേ? ഇല്ല. നിങ്ങൾ ആരാ? എന്റെ പേര് ഗോപൻ. ആഹാ, മനസ്സിലായി. ആമൻ സിസ്റ്റർ അല്ലേ? അതെ. പ്രഭ ബാബുവിനെയും കൂട്ടി നാട്ടിലേക്ക് പോയല്ലോ. എപ്പോഴാ പോയത്? രാവിലെ 9-നുള്ള വണ്ടിക്ക്. ആ, ബാബുൻ ഇരിക്കൂ.
ഇല്ല സിസ്റ്റർ, എനിക്ക് ഉടനെ അവരെ കാണണം. ബാബുമോന്റെ ജീവൻ അപകടത്തിലാണ്. പടച്ചോനെ, ഇല്ല ഗോപ. ഭീമാപ്പള്ളി ബീവിക്ക് ശക്തി ഉണ്ടെങ്കിൽ ബാബുവിന് ഒരു അപകടം ഉണ്ടാവില്ല. ഓട്ടെ സിസ്റ്റർ. മോനെ, മോനെ, ബാബുവിനെ, മോനെ, മോനെ, ബാബുവിനെ, മോനെ, ബാബു, മോനെ, ബാബു, മോനെ, ബാബു, മോനെ. എന്താ ചേട്ടത്തി? ബാബു മോനെ കാണുന്നില്ല. വരാന്തയിൽ ഇരുത്തിട്ട് മരുന്നെടുത്തോണ്ട് വന്നപ്പോഴേക്കും മോനെ കാണുന്നില്ല. ചേട്ടത്തി വിഷമിക്കാതെ, ഞാൻ അവനെ കണ്ടുപിടിച്ചോണ്ട് വരാം. ഗോപാ, ചേട്ടത്തി വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാനല്ലേ പറയുന്നത്.